സ്വതന്ത്ര ചിന്തകനും എക്സ് മുസ്ലിമുമായ ആരിഫ് ഹുസൈൻ തെരുവത്ത് അവതരിപ്പിക്കുന്ന കോയ കോളിംഗ് എന്ന യൂട്യൂബ് പ്രോഗ്രാമിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കോഴിക്കോട് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ സംസാരിക്കുന്നു തത്സമയത്തിൽ. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ വലിയ വിദ്വേഷകരാണ് എന്നും പറഞ്ഞു വെക്കാൻ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കാനും കാണിക്കുന്ന ഒരു സഹിഷ്ണുത നിറഞ്ഞു തുളുമ്പുന്ന ആളുകളുമായിട്ട് നമ്മൾ മാറുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഉസ്താദ് നമ്മൾ കേട്ടു പറയുന്നതായിട്ട് സ്നേഹം നമുക്ക് ഊതിത്തരുക അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത്, ഇവിടെ കണ്ടതിൽ കൂടുതൽ എന്ത് സ്നേഹമാണ് ഇനി നമുക്ക് തരാനുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരാൾ പോലും നിങ്ങളോട് മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മുഖം പോലും ആരും കറുപ്പിച്ചിട്ടില്ല. ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദ് ഇവിടെ സംസാരിക്കുന്ന സമയത്ത്. കാരണം ഇവിടെ തന്നെ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്, ഇല്ലേ? ഒരാൾ പോലും മുഖം കറുപ്പിച്ചിട്ടില്ല. കാരണം എന്താണ്? നമ്മൾ ശീലിച്ചു വരുന്ന കാര്യം ജനാധിപത്യ മര്യാദ എന്ന് പറയുന്ന ഒരു സംഗതി, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആംഗിൾ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ മഹാനായ സൽമാൻ റുഷ്ദി പറഞ്ഞൊരു കാര്യമുണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വിതൗട്ട് ഫ്രീഡം ടു ഒഫൻഡ് ഈസ് നോട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നാണ് പറയാം. അപ്പം നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുന്നു എന്നതിന്റെ പേരിൽ നമ്മൾ ആ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നോ അത് പറയുന്നത് ചുരുക്കണമെന്നോ ഒരു തീട്ടൂരമായിട്ടോ ഒരു അലിഖിത നിയമമായിട്ടോ അവിടെ ഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്, അത് മാനിപ്പുലേഷൻ തന്നെയാണ്, അത് കൺട്രോളാണ്, അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ വിപരീതമാണ് എന്നതാണ് നമ്മൾ പറയാ. അപ്പൊ അതുമാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സ്നേഹസംവാദം എന്ന് പറയുന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എന്നെ ഇവിടെ നിർത്തിയത് അല്ലെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ ഈ ഒരു കോളിംഗ് പരിപാടിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടൊക്കെ ഉള്ള ഒരു കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ സ്നേഹസംവാദമാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ലിയാഖത്ത് അലി പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് അതിൽ ഓർമ്മ വരുന്നത്. സുഖപ്രസവത്തിലെ സുഖം പോലെയാണ് സമാധാന മതത്തിലെ സമാധാനം എന്ന് പറയാറുണ്ട്. അതിനേക്കാൾ മികച്ചതാണ് സുഖപ്രസവത്തിലെ സുഖം പോലെയാണ് സ്നേഹസംവാദത്തിലെ സ്നേഹം എന്നുള്ളത്. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഇവിടെ നിങ്ങൾ കണ്ടു, ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പറയും. നിങ്ങളോട് ഒരുപാട് വിയോജിപ്പുകളുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം പല കാര്യങ്ങളിലും നമ്മൾ അത് തുടർന്നും നിലവിൽ തന്നെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ ചേക്കിലെ മയിൽക്കുട്ടികൾ പോലും അത് വിളിച്ചു പറയുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോ ഫത്തുൽ മോയിനൊക്കെ തള്ളി ഒരു വശത്താക്കി വെച്ചിരിക്കുകയാണ്, ഒന്ന് ലണ്ടനിൽ പോയി വന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇവിടെ ആ സംഗതിയെ കേൾക്കാൻ കാണിക്കുന്ന ആ ഒരു സഹിഷ്ണുത അത് നമ്മുടെ നാട്ടിൽ വേണം. നമ്മളെ പോലെയുള്ള ആളുകൾ ഇവിടെ മതവിമർശനം നടത്തുന്ന സമയത്ത് നമ്മൾ വിദ്വേഷം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഖുർആൻ കത്തിച്ചു എന്നതിന്റെ പേരിൽ സൽവാൻ മോമിക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ സ്വീഡനിൽ വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പൊ നമ്മളെപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, മനുസ്മൃതി കത്തിച്ച നാട്ടിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. അംബേദ്കർ അത് കത്തിക്കുക മാത്രമല്ല, എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് നടത്തുന്നു ഡിസംബർ 25-ന്. ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് അറിയാറ് പോലും ഉണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം? മനുസ്മൃതി കത്തിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാ വർഷവും അതിനൊരു വാർഷികവും ആഘോഷിക്കുന്നുണ്ട് എന്ന് എത്ര പേര് അറിയാറുണ്ട്? അറിയാറില്ല. എന്തുകൊണ്ടാണ് അറിയാത്തത്? കാരണം അതിലെ വിശ്വാസികൾ ആ മനുസ്മൃതി എന്ന് പറയുന്ന സംഗതി ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് അത് കത്തിച്ചാൽ അത് അവർ കത്തിക്കട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അതുമായി മുന്നോട്ട് പോകാൻ അവർ പാകപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് അതിന്റെ ആ പ്രത്യേകത. ഞാനിവിടെ പറയുന്നത് മനുസ്മൃതി കത്തിച്ചതുപോലെ ഖുർആൻ കത്തിക്കണം എന്നല്ല, കത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലെ ആശയങ്ങൾ അത് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ അത് ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് സ്നേഹസംവാദം പോലെയുള്ള പരിപാടികൾ ഇവിടെ നടത്തിയിട്ട് ഈ വിസ്ഡം ജിഹാദികൾ എന്ന് തന്നെ ഞാൻ വിളിക്കാറുള്ള ഈ മുജാഹിദ് പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഇവരെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഛിദ്രതയ്ക്ക് കയ്യും കണക്കില്ല. നമ്മളോട് ഇവർ പറയുന്നത് നമ്മൾ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഞാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൊതു ആയിട്ട് ഇതുപോലെ മതവിമർശനം നടത്തുന്ന സഹമതവിമർശകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളുടെ എത്ര പേരുടെ പ്രസംഗം ഈ പറയുന്ന ഈ വലതുപക്ഷം അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സംഘപരിവാറിന്റെ കൈകളിലുണ്ട്? എന്നാൽ അവർ പ്രചരിപ്പിക്കുന്ന ആ പ്രസംഗങ്ങൾ ഏതാണ്? 10 വർഷം കേരളത്തിലെ മിമ്പർ വിട്ടു തന്നാൽ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി തരാം പ്രസംഗിച്ചത് ബാലുശ്ശേരിയാണ്. അമ്പലത്തിന് സംഭാവന കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ്
ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസിന് കേക്ക് മുറിക്കരുത്, ഇതെല്ലാം പറഞ്ഞത് ആരാണ്? യുക്തിവാദികളല്ല, എക്സ് മുസ്ലിങ്ങളല്ല. ഇതെല്ലാം പറഞ്ഞത് ഈ സലഫി മൗദൂദി ആശയം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇത് പറഞ്ഞപ്പോ അപ്പുറത്ത് ഈ ഉസ്താദിനെ പോലുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന ആ പക്ഷത്ത് നിന്ന് പോലും ചില ആളുകൾ വന്നു. സിംസാറുൽ ഹക്ക് ഹുദവിയെ പോലുള്ള ആളുകൾ വരെ വന്ന് ഈ പറയുന്ന രീതിയിൽ പറയുന്നു. ഈ അടുത്ത് നമ്മൾ കണ്ടു ഈരാറ്റുപേട്ടയിൽ എനിക്കെതിരെ കേസ് കൊടുത്ത ഒരു ചങ്ങാതിയുണ്ട്. അദ്ദേഹം ആ പുള്ളിയുടെ അളിയന്മാരാണ് രണ്ടുപേര്, ഷിബിലി ഷാദുലി. ഈ രണ്ടുപേര് ഇന്ന് അഹമ്മദാബാദ് സ്ഫോടന കേസിൽ വധശിക്ഷ കാത്തു കിടക്കുകയാണ്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഇവിടുത്തെ അലിയാർ കാസിമി എന്ന് പറയുന്ന മറ്റൊരു ഉസ്താദാണ്. അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, ഇവിടെ ഒസാമ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിപ്പോ കോഴിക്കോടായിട്ട് ധൈര്യമായിട്ട് പറയല്ലോ, ചാത്തമംഗലം ജുമാ മസ്ജിദിലാണ്, കുന്നമംഗലം അടുത്ത്. അവിടെയായിരുന്നു ഞാൻ പണ്ട് താമസിച്ചിരുന്നത്. അതേപോലെ തൃക്കാക്കര ജുമാ മസ്ജിദിൽ അജ്മൽ കസബിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചു. യഹിയ സിൻവറിന് വേണ്ടിയിട്ട് ഈ അടുത്ത് വരെ ഇവിടെ മയ്യത്ത് നിസ്കരിക്കുന്നത് നമ്മൾ കണ്ടു. പാഷ അൽ ഉമ്മ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ നേതാവ്, അയാൾ മരണപ്പെട്ടപ്പോഴും ഇവിടെ വലിയ ജനാസയാണ് നമ്മളിവിടെ കൊണ്ടാടിയത്. അതേപോലെ യാക്കൂബ് മേമന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം. ഇങ്ങനെ ലോകം കണ്ട തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടെല്ലാം തന്നെ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. എന്തുകൊണ്ട്? ഈ സലഫിസം, ഈ പറയുന്ന തീവ്ര ഇസ്ലാമും അവർ മുന്നോട്ട് വെക്കുന്ന ഇരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു ആശയധാര, അത് ഇവിടെ ഉസ്താദിനെ പോലുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന, കാലങ്ങളായിട്ട് ഓണവും ക്രിസ്മസും വിഷുവും ഒക്കെ ആഘോഷിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിരുന്ന, മാപ്പിളപ്പാട്ടും ഒക്കെ പാടി ഇവിടെ ജീവിച്ചിരുന്ന ഒരു മുസ്ലിങ്ങളെ അവരെ ഓവർ പവർ ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. അങ്ങനെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു അസ്തിത്വ നാശം സംഭവിക്കുകയാണ്. അവർ പതിയെ ഈ സ്നേഹത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറി അവർ ഈ തീവ്രവാദത്തിന്റെയും ഇരവാദത്തിന്റെയും ആ ട്രാപ്പിൽ പെടുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയണ്ടേ? ഇത് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷമല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ജബ്ബാർ മാഷ് തന്നെ എപ്പോഴും പറയാറുണ്ട്, മാഷ് ഈ ഒരു തലത്തിലേക്ക് സംഭാഷണം കൊണ്ടുവരുന്നതിനുള്ള കാരണം കേരളത്തിലെ ഈ സലഫിസം പിടിമുറക്കി തുടങ്ങിയ കാലഘട്ടത്തിലാണ് എന്ന് ജബ്ബാർ മാഷി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സമസ്ത മാത്രം ഉണ്ടായിരുന്ന സമയത്തോ അതല്ലെങ്കിൽ വിശ്വാസികൾ മാത്രം ഇവിടെ ഈ തരത്തിൽ സലഫി ആശയത്തിന്റെ പേരിൽ തല്ലുകൂടാതെ ഇരുന്നിരുന്ന ഒരു കാലത്ത് ഈ മതവിമർശനം അപ്രസക്തമായിരുന്നു എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഇന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. അതല്ലാത്ത ഒരു കാലത്ത് ഇവിടെ ഈ തരത്തിലുള്ള ഒരു സംഭാഷണമോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു കോളിംഗ് പരിപാടിയോ നടത്തി അതിന് വാർഷികമോ നടത്തേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ലായിരുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഇതിലൊരു വിഷയം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഉസ്താദിനെയും കൂടി അതല്ലെങ്കിൽ ആ പള്ളി ഭാരവാഹിയും കൂടി ഞാൻ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ സമൂഹത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ അവരുടെ ഇടയിലേക്ക് ഇതേപോലെ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന, അവരറിയാതെ അവരെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്ര ഇസ്ലാമിസം, ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഇരവാദത്തിന്റെ രാഷ്ട്രീയം, അത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. അതിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ലോകം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് നിന്ന് തീവ്രവാദം നടക്കുമ്പോൾ അതിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒരു 85% ഏർപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ്. ആ സംഘടനകളുടെ പ്രവർത്തനം മൂലം കൊല്ലപ്പെടുന്ന 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 8 പേര് കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. ഇനി നിങ്ങൾ പറയൂ, ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കാഫിർ അല്ല, അല്ലെങ്കിൽ ഇതര മനുഷ്യരല്ല, മുസ്ലിങ്ങൾ തന്നെയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇരകൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് കൊലം ചെയ്യപ്പെടുന്നത് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ, സിറിയയിലേക്ക് നോക്കുമ്പോൾ, പല സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ ലണ്ടനിൽ പോയത് ചർച്ച ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ സിറിയയിലെ കാര്യം നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പട്ടിണി, പരിവട്ടം, മതം തലയ്ക്ക് പിടിച്ച കുറെ ആളുകൾ, ഇതാണ് നിങ്ങളുടെ തലയിലേക്ക് വരുന്നത്. UK ഒരു സെൻട്രൽ ലണ്ടനിൽ ഒരു സിറിയൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി. അവിടെ ചെന്ന് മെനു നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ബെവറേജസ് ഇരിക്കുകയാണ്, കുടിക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനകത്ത് കുറെ കോക്ടെയിൽസ്. അപ്പോൾ കോക്ടെയിലിൽ പേര് വായിക്കുമ്പോൾ ഒരു പേര് ഹംസ, കോക്ടെയിലിന്റെ പേരാണ്. ഓക്കെ, സുലൈമാൻ, ഇതൊക്കെയാണ് കോക്ടെയിലിന്റെ പേര്. കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല അസൽ നമ്മളെ മദ്യം വിളമ്പുന്ന ആ ഒരു മിക്സ്ഡ് ഫോമിലുള്ള സാധനം. ഇതാണ് അവിടെ റമ്മും ബിസ്കിയൊക്കെ ഒഴിച്ചിട്ടുള്ള സംഗതി. ഇതാണ് അവിടെ അതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ്? ഹംസാനും സുലൈമാനും എന്നൊക്കെയാണ്. ഇതാരാ നടത്തുന്നത്? സിറിയക്കാരാണ്. നമ്മളിവിടെ എന്താ പറയുന്നത്? സിറിയ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യമാണ് എന്നാണ് പറയുന്നത്. ഇതല്ലേ ഇവിടുത്തെ കഥ? ഈ ഒരു ചിന്ത നമ്മൾ ആലോചിക്കുക. അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾ, അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ
അവരവിടുന്ന് നാട് വിട്ട് ഓടി ചെന്ന് കയറുന്ന സ്ഥലങ്ങളിൽ അവർ ഇസ്ലാം ഇതരമായിട്ട് ജീവിക്കുകയും എന്നിട്ട് അവിടെ ചെന്നുകൊണ്ട് കുറെ കഴിയുമ്പോൾ അവിടെയും ഇസ്ലാമികവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്ന അവസ്ഥ, സെക്യുലറിസത്തിന് ഭീഷണിയാകുന്ന അവസ്ഥ വരുമ്പോൾ അവിടെയാണ് ഈ മതം വിമർശിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഉസ്താദിനെ സാക്ഷിയാക്കി ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. സമസ്തയെ പോലെയുള്ള സംഘടനകൾക്ക്, അതിലെ പ്രതിദാനം ചെയ്യുന്ന ഉസ്താദുമാർക്ക്, അതിലെ നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മതവിശ്വാസം ഉയർത്തി വെക്കാനും അത് പ്രചരിപ്പിക്കാനൊക്കെ ഉള്ള അവകാശം ഇന്ന് ഇന്ത്യ മഹാരാജ്യം, ഇന്ന് ലോകം നൽകുന്നത് ഞാനും മാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ സംഗതിയെ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ മതവിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടും രാഷ്ട്രീയത്തിൽ മതം കലർത്തി പൊതുവായിട്ടുള്ള മുസ്ലിം, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമായിരിക്കെ അതിൽ പോലും ഇതേപോലെ തലതിരിഞ്ഞ നിലപാടുകൾ എടുക്കുമ്പോൾ അത് ബാധിക്കുന്നത് മുസ്ലിമിനെ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് നവീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണിത്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പിന്നെ പണിയെടുക്കാൻ പോകുന്നത് ഈ സലഫികളും മൗദൂദികളായിരിക്കും. അന്ന് ആദ്യം ഇവിടെ പണി അവസാനിപ്പിക്കേണ്ടി വരുന്നതും തല പോകേണ്ടി വരുന്ന ആരുടെ ആയിരിക്കും? ഇതേ സമസ്തയുടെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാണ് ലോകത്തെല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ആന്തരികമായ വിമർശന ശബ്ദങ്ങളെയും ചേകന്നൂർ മൗലവി പോലെയുള്ള ആളുകളെയും മുസ്തഫ മൗലവി പോലെയുള്ള ആളുകളെയൊക്കെ ഉൾക്കൊള്ളാത്ത കാലത്തോളം, അല്ലെങ്കിൽ എന്നെ ഒന്നും ഉൾക്കൊള്ളണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കുറച്ച് കൂടിയ ഐറ്റമാണല്ലോ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഇങ്ങനെയൊന്നും അല്ല മുസ്തഫ മൗലവി ഒന്നും സംസാരിക്കുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മൊയ്സ് വൈറ്റില എന്ന് പറഞ്ഞ് വളരെ സമാധാനപൂർവ്വം മാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണ്. മുസ്ലിങ്ങൾ എങ്ങനെയാണ് അയാളെ കൈകാര്യം ചെയ്യുന്നത്? തെറിവിളിയാണ്. ഇൻബോക്സിൽ പോയിട്ട് ബാപ്പാക്കും ഉമ്മാക്കും പെങ്ങന്മാർക്കും വിളിക്കുന്നു, അവർക്ക് വായിൽ അറയ്ക്കുന്ന വാക്കുകളാണ് അവർ തിരിച്ച് ഇവരോടൊക്കെ പങ്കുവെക്കുന്നത്. അത് ഇവരുടെ ഓരോ ആളുകളും നേരിടുന്ന പ്രശ്നമാണ്. ജാമിദ ടീച്ചറോടൊക്കെ ചെയ്തിട്ടുള്ള ചെയ്തികൾ ഇന്ന് എണ്ണിപ്പെറുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും. ഇവിടെ അലിമാഷ പോലെയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്, തലമുതിർന്ന എക്സ് മുസ്ലിങ്ങൾ സ്വതന്ത്ര ചിന്തകർ. അവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് കല്ലും മുള്ളും ഒക്കെ ഇവിടെ ഈ ആളുകൾ നേരിടേണ്ടി വന്നത്. ജബ്ബാർ മാഷിന്റെ ഒരു ചെവി കേൾക്കാതെയായത് എങ്ങനെയാണ്, അതിന്റെ കേൾവിശക്തിക്ക് അപകടം സംഭവിച്ചത് എങ്ങനെയാണ് എന്നത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സമാധാനം, സ്നേഹം വാരി വിതറിയതാണ് നമ്മളെ പ്രസവ വേദനയില് സുഖപ്രസവത്തിലെ സുഖം പോലെ എന്നതാണ് ഇവിടെ പറയേണ്ടി വരുന്നത്. അപ്പോ അത് നമ്മളൊന്ന് തിരിച്ചറിയണം, അതിന് മുൻകൈ എടുക്കണം ഇതേപോലുള്ള ഉസ്താദുമാർ. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ സാധാരണ പറയുന്നു വിദ്വേഷം ഉണ്ടാക്കുന്നു. ഇവിടെ എവിടെയാണ് വിദ്വേഷം എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതൊരു വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരിക്കെ തന്നെ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങളുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പല ആളുകളോടും പറയാറുണ്ട്, പല ഉസ്താദുമാരുമായിട്ട് നമ്മൾ സംഭാഷണങ്ങൾ നടത്താറുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ. പക്ഷെ എല്ലാവരും ഒന്നും പുറത്തു വരാൻ തയ്യാറല്ല. അത് പല കാരണങ്ങളുണ്ട്, അത് നമ്മൾ മാനിക്കുന്നു. പക്ഷെ ഇദ്ദേഹം അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു, അതിന് ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ധൈര്യം കാണിച്ചതിന് നമ്മൾ വലിയൊരു കയ്യടി കൊടുക്കണം എന്നാണ് ഞാൻ പറയാം. ഇതൊരു മാറ്റത്തിന് തുടക്കമിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉസ്താദിനെ ഞാനിവിടെ മുൻനിർത്തി തന്നെ പറയാണ്. ഇത് ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ വെച്ച് തരുന്നത്. എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ നാണം കെടുത്തണം എന്നുള്ളതല്ല. അംബേദ്കറോ അതല്ലെങ്കിൽ അതുപോലുള്ള ശ്രീനാരായണ ഗുരു ഒക്കെ ചെയ്തതുപോലെ പോലും ഞാൻ ചെയ്തിട്ടില്ല. മനുസ്മൃതി ഞാൻ കത്തിക്കാൻ പോയിട്ടില്ല, അതിനെ അനുകൂലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഖുർആൻ കത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു റിഫോം, ഇതിലെ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന സംഗതി, ഇതിലെ മതത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ നേരിടുന്നിടത്ത് മതം വിട്ടവനെ കൊല്ലണമെന്ന് അടക്കമുള്ള നിയമങ്ങൾ ഇന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തിനത് പഠിപ്പിക്കണം എന്ന ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് സ്നേഹം ഇവിടെ നമുക്ക് പങ്കുവെക്കാൻ വന്ന ഇതേപോലെയുള്ള ഉസ്താദുമാർ തന്നെ ആയിരിക്കണം എന്നതാണ്. ഇവിടെ പള്ളി മദ്രസയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ സ്വയം മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ എടുത്ത് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അടിമയെ വെക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന മദ്രസ പാഠഭാഗങ്ങളുണ്ട്, അതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. ഉസ്താദ് പറഞ്ഞൊരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ വരാൻ എനിക്കിവിടെ ഒരു ക്ഷണം വന്നപ്പോൾ ഞാൻ ആദ്യം സുഹൃത്തുക്കളോട് ചോദിച്ചു. പല സുഹൃത്തുക്കളും എന്നെ വിട്ടിട്ട് ഓടി, അല്ലേ? പിന്നെ ഞാൻ ചോദിച്ചത് എൻ്റെ ഗുരുവിനോടാണ് എന്നാണ് പറഞ്ഞത്. ഗുരു പൊക്കോളാൻ പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും, ആരെതിർത്താലും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അവിടെ നിർത്തുമോ എന്ന് ഞാൻ ആലോചിച്ചു. ഉസ്താദ് ബാക്കിയും പറഞ്ഞു, ഗുരു പോകണ്ടെന്ന് പറഞ്ഞാൽ ആര് വരണം എന്ന് പറഞ്ഞാലും അതിപ്പോൾ ഞാൻ പറഞ്ഞാലും വരില്ല എന്നും കൂടിയാണ് ഉസ്താദ് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ നേർവിപരീതമാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല. നമ്മളുടെ ചിന്ത, നമ്മൾ ക്യാൻസൽ കൾച്ചറിനെതിരാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോകണം, നമ്മളൊരു സ്ഥലത്ത് സംസാരിക്കണം എന്നുള്ള വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനിപ്പോ ഭൂമി ഇടിഞ്ഞു വീണാലും നമ്മളത് പറഞ്ഞിരിക്കണം. ഇതാണ് നമ്മളുടെ നിലപാട്. അത് ഗുരു പറഞ്ഞോ ഗുരു പറഞ്ഞില്ലേ ഇത് നമ്മുടെ വിഷയമല്ല. ഇതാണ് നമ്മൾ പറയാറുള്ളത്.
അതേപോലെ തന്നെ ഇനി ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ശരി. എന്നാൽ ആ സംഗതിക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. കാരണം എന്താണ്, നിങ്ങൾ തൽക്കാലം ഇനിയെങ്കിലും ചെയ്ത് ശീലിക്കേണ്ടത്, ഈ മുസ്ലിം സമുദായത്തിൽ ചെയ്യേണ്ടത്, എന്താണ് മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് ഇരുവാദത്തിനും തീവ്രവാദത്തിനും അപ്പുറത്തേക്ക് അത് വെച്ചുകൊണ്ട് നിങ്ങളെ കുരുക്കാൻ വരുന്ന ആളുകളുടെ അവരെ തടഞ്ഞു നിർത്താൻ ഈ ഗുരുക്കന്മാരൊന്ന് തയ്യാറായാൽ ഈ മുസ്ലിം സമുദായം രക്ഷപ്പെടുന്നതാണ് ഞാൻ പറയാം. അവരെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. നമ്മൾ ഒസാമ ബിൻ ലാദനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടീനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രതിരോധിക്കാതിരിക്കുക, ഇതാ ഞാൻ പറയാം. ഇവിടെ അതല്ല സംഭവം. പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ കോയ കോളിംഗ് ആ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉണ്ടായിട്ടുള്ള ചില ഷോർട്സുകൾ ഉണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം ഏത് വിഷയത്തിലാണെന്നുള്ളത്. പഹൽഗാം അറ്റാക്കിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തൊരു സംഗതിയാണ്. അതിൽ നമ്മൾ ചോദിക്കുകയാണ്, മുണ്ട് പൊക്കി നോക്കിയിട്ട് കലിമ ചൊല്ലിച്ചിട്ട് തല വെട്ടുമ്പോൾ അത് തീവ്രവാദി ചെയ്യുന്ന സമയത്ത് അതിനെ അനുകൂലിക്കുന്ന മലയാളി മുസ്ലിം ഇവിടെ ഉണ്ടാവുകയാണ്. എവിടുന്ന് വരുന്നു? നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചെയ്തിയെ നമുക്ക് അനുകൂലിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കേണ്ട ആളുകൾ അത് ചോദിക്കാതിരിക്കുകയും അത് ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്ന തലത്തിലേക്ക് ആളുകൾ മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് തീവ്രവാദികൾക്ക് വളമാകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത്തരം ഘട്ടങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാവുക. അതിനെ പ്രതിരോധിക്കാൻ ഉസ്താദിനെ പോലുള്ള ആളുകൾ, ഈ ഭാരവാഹിയെ പോലുള്ള ആളുകൾ, നമ്മളുടെ സുഹൃത്ത് വന്നതുപോലെയുള്ള ആളുകളെല്ലാം തയ്യാറായാൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇവിടെയുള്ള സുരക്ഷാ സേന അവരൊരുക്കുന്ന ആ ഒരു അവരെടുക്കുന്ന പണി വളരെ എളുപ്പമാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്ന് ലോകത്ത് തന്നെ ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോടികളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് റാഡിക്കലൈസേഷൻ ഇഷ്യൂ ആണ് അവർ നേരിടുന്നത്? ഹിന്ദു റാഡിക്കലൈസേഷൻ ആണോ? ക്രിസ്ത്യൻ റാഡിക്കലൈസേഷൻ ആണോ? അല്ല, ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ ആണ്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് എന്ന ഒരു യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടായി. അതിനെ മുൻനിർത്തിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരാത്ത കാലത്തോളം നമുക്കിത് അഡ്രസ് ചെയ്യാൻ കഴിയില്ല, നമുക്കിത് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇവിടെ വന്ന് കോയ കോളിംഗ് എന്ന് പറയുന്ന പരിപാടിയുടെ ആ ഒരു വേദിയിൽ വന്ന് നിന്നുകൊണ്ട് ഒരു ഉസ്താദ് കോളിംഗ് അതിനുള്ള പരസ്യം കൂടി ചെയ്യാൻ കാണിച്ച് അതിനും ധൈര്യം കാണിച്ച് നമ്മുടെ ഉസ്താദിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് പരീക്ഷണ വിധേയമാക്കി അതിലെ തെളിവുകൾ എന്താണോ നയിക്കുന്നത് അതിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാകണം. തെളിവുകൾ നയിക്കുന്നിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സലഫികളും ഈ മൗദൂദികളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചിത്രതകൾ അത് തടുക്കേണ്ട ബാധ്യത, അത് തടുക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ഇവിടെ സമസ്ത പോലെയുള്ള സംഘടനകൾക്കും അതിലെ വിശ്വാസികൾക്കും അതിലെ ഇതുപോലെ വന്നു നിന്നിട്ടുള്ള ഭാരവാഹികളും നമ്മുടെ ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്കും തന്നെയാണ് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംഗതിയെ മാത്രം മുൻനിർത്തി ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്ന, സമാധാനപൂർവ്വം ആഘോഷിക്കാൻ കഴിയുന്ന, ഇതൊക്കെ ഹറാമാണ് എന്നുള്ള തലത്തിലേക്കുള്ള വാചകങ്ങൾ ഉന്നയിക്കുന്ന ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകളെയൊക്കെ ഇനി ഇവിടെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും കോളിംഗ് പരിപാടികളും സൗഹൃദങ്ങളും എല്ലാം ആവശ്യമാണ്. അതിന് പിന്തുണയേകിക്കൊണ്ട് വന്ന എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദിനും ഭാരവാഹിക്കും ഒരു വലിയ നിറഞ്ഞ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ആരിഫ് ഹുസൈൻ. ആരിഫ് ഹുസൈന് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി മുതിർന്ന സ്വതന്ത്ര ചിന്തകനായ നമ്മുടെ പ്രേക്ഷകരെ, സ്വതന്ത്ര ചിന്തകനും എക്സ് മുസ്ലിമുമായിട്ടുള്ള ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ കോയ കോളിംഗ് എന്ന യൂട്യൂബ് പ്രോഗ്രാമിന്റെ വാർഷികാഘോഷമാണ് ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത്. അതിൽ ആരിഫ് ഹുസൈൻ സംസാരിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലെ തീവ്ര നിലപാടുകാർ, ജിഹാദി ആശയക്കാർ അവരൊക്കെ ആ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സ്വയം വിമർശനം നടത്തി ആ സമൂഹത്തിൽ നിന്ന് ഇത്തരം അംശങ്ങളെ പുറന്തള്ളണം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം അത് നിങ്ങളെ കാണിച്ചോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അവർക്ക് ആർക്കും ഇത്തരം കാര്യങ്ങൾ, മുസ്ലിം സമൂഹത്തിലെ ഈ സ്വയം നവീകരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളെ അത് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ താല്പര്യമില്ല. കാരണം അങ്ങനെ കാണിച്ചാൽ തങ്ങൾക്ക് ഫണ്ട് നൽകുന്ന ജിഹാദികൾ അതെല്ലാം നിർത്തുമെന്നും അറിയാം. ജിഹാദികളുടെ ഫണ്ട് വാങ്ങുന്ന ആ മാധ്യമങ്ങൾക്ക് അതിന് സാധിക്കുകയുമില്ല.